എന്താ പതുക്കെ കുറച്ചൊറക്കെ. അച്ഛൻ വിളി ചുമ്മാ. നിങ്ങളൊന്നും ഒച്ചയും ബഹളം വെക്കാതിരിക്കോ? അയൽവക്കത്തുള്ളവർക്ക് എന്താ വിചാരിക്കുക? ആ അപ്പൊ അറിയാലേ മക്കളെ, നമ്മുടെ സംസാരവും ബഹളം എല്ലാം നമുക്കിടയിൽ തന്നെ മതി. അത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കരുത്. അത് അവരെ ശല്യപ്പെടുത്തുന്നതിന് തുല്യായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ശല്യക്കാരാവണോ? സോറി അച്ഛാ. ഇനി പതുക്കെ സംസാരിക്കണം കേട്ടോ. അച്ഛൻ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണതിനെ പറ്റി വല്ല ധാരണ ഉണ്ടാ? ധാരണ ഉണ്ടാന്നാ? എടാ, എനിക്ക് പണ്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഐസക്ക്. ഐസക്ക് അവൻ കുറച്ചേരം നാട്ടിലുണ്ടായിരുന്നു, പിന്നെ അവൻ ഗൾഫിൽ കയറി പോയി. അതെന്തിനാ ഇപ്പൊ പറഞ്ഞ? വെറുതെ ഒരു ഗ്യാപ്പ് വീഡിയോ പറഞ്ഞതേ ഉള്ളൂ. നീ നട. മനു, ഞാൻ പറയാങ്കിളെ, നിനക്ക് പുതിയ ജോലി കിട്ടിയല്ലേ? ഇപ്പൊ കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ. നീ വളരെ ഉഴപ്പിലാണ്. നീ എന്റെ മോനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യൂ. എന്റെ മോൻ സെറ്റിൽഡ് ആയി. നിനക്ക് ഇപ്പോഴും ജസ്റ്റ് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. നീ പുതിയ ബൈക്ക് വാങ്ങിയെന്ന് കേട്ടു. ഒരു പുതിയ ബൈക്ക് വാങ്ങി. ഒരെണ്ണമോ? എന്റെ മോനെ 2 ബൈക്ക് ഉണ്ട്. പിന്നെ പുതിയ കാർ വാങ്ങിക്കാൻ പോവാണെന്ന് കേട്ടു. പുതിയൊരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. എന്റെ മോന് 2 കാർ ഉണ്ട്. നീ വളരെയധികം ഉഴപ്പുന്നുണ്ട്. എന്റെ മോനെ പോലെ കണ്ടുപഠിക്ക്, ഹാർഡ് വർക്ക് ചെയ്യേ. ഇത് തന്നെ മനസ്സിലാക്കി കൂടി നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. നിനക്ക് എന്തുണ്ടോ ആ കാര്യം എന്റെ മോന് 2 എണ്ണം ഉണ്ട്. ഒരച്ഛനേ ഉള്ളൂ. നാളെ എന്റെ എക്സിന്റെ കല്യാണമാണ്. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എക്സ് കല്യാണം കഴിക്കും, നീ ബിരിയാണി കഴിക്കും. അവൻ സ്വർഗാരോപണം ചെയ്യാനുള്ള പ്രയത്നത്തിലാണ്. പ്രയത്നിക്കൂ, ഒരു നാൾ നിന്നെ ദൈവം വിളിക്കും. വിളിച്ചു വരുത്തി ഊക്കും. പോയി മനസ്സമാധാനം മൊത്തം പോയി. നീ നാട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കറിയാം, മറന്നുപോയതായിരിക്കും. അതിന് ഓർക്കാനേ ശ്രമിച്ചിട്ടില്ലല്ലോ. ഓ കോമഡി. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നീ ഇനി പോന്നിടം വരെ നിന്റെ കൂടെ ഞാൻ ഇങ്ങനെ കാണും. അപ്പൊ 2 കൽപ്പിച്ചാ? അതെ. അല്ല, മറ്റവനെന്ത്? അയ്യോ, അവൻ വരത്തില്ല കേട്ടോ. അവന് ബാംഗ്ലൂർ എന്തോ അത്യാവശ്യം ഒരു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയേക്കോ. എടാ, നിനക്ക് ബാംഗ്ലൂർ എന്തോ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അതളിയ ചെറിയൊരു എമർജൻസി ആയിരുന്നു. എന്ത് എമർജൻസി ആടാ? അപ്പൂപ്പ മരിച്ചു. കോൺസ്റ്റബിൾ അവനോട് കള്ളം പറഞ്ഞ എന്താ സംഭവിക്കാന്ന് എനിക്കറിയാലോ. മോഷ്ടിച്ചത് നീയാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതെവിടെ ഒളിപ്പിച്ചത് മാത്രം നീ പറഞ്ഞാൽ മതി. അയ്യോ, നാളെ പറഞ്ഞില്ലേ ഞാനല്ല മോഷ്ടിച്ചത്. അപ്പൊ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചത്? അതെവിടെ ഒളിപ്പിച്ചു വെച്ചില്ല. പെണ്ണിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ബൂമർ കളിക്കാലെ മര്യാദക്ക് സത്യം പറഞ്ഞ നീ. പെണ്ണിനാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അച്ഛന്റെ മുതൽ ആഗ്രഹിക്കുന്നത് എന്റെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, ഞാൻ അച്ഛന്റെ പാത പിന്തുടർന്നേ നടക്കാറുന്നു. ഓഹോ, എന്നാ എനിക്ക് നിന്റെ അച്ഛനൊന്ന് കാണണല്ലോ. എന്താ വഴി? ഈ സ്റ്റേഷനിൽ ലുക്കൗട്ടിലോട്ടില്ല മറ്റൊരു ഫോട്ടോ. ലക്ഷത്തിൽ കുറയാതെ എനിക്ക് വണ്ടി തരാൻ പറ്റൂല നിങ്ങൾക്ക്. ഇതിപ്പോ ഉദ്ദേശം എത്ര കൊല്ലത്തെ പഴക്കം കാണും അപ്പൂപ്പ? ഉദ്ദേശം ഒരു 150 വർഷത്തെ പഴക്കം കാണും. 150 വർഷോ? എടേ, കിളവൻ കാളവണ്ടി തന്നെയാണ് വിൽക്കാൻ വെച്ചേക്കണ. 150 വർഷത്തെ പഴക്കേ ഉള്ളൂ. വണ്ടിയുടെ വർക്കിംഗ് കണ്ടീഷൻ നിങ്ങൾ ബേജാറാവണ്ട. നമ്മക്കത് അറിഞ്ഞാ മതി അല്ലേ? വണ്ടിക്ക് വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? വണ്ടി സ്റ്റാർട്ട് ആവൂല എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല വണ്ടിക്ക്. എന്നെ അടിയടഞ്ഞ തലയ്ക്ക് വരെ പന്ത് വന്നിരുന്നല്ലടാ. എന്നാ ആ ബോൾ എടുത്ത് തരൂ. ഞാൻ എടുത്തരാടാ. എന്നെ എന്തോ കടിക്കടാ, ചോരയൊക്കെ വരുന്നടാ, എനിക്ക് തല ഇറങ്ങുന്നടാ. എടാ, ആശുപത്രിയിലൊന്നും കൊണ്ടുപോണ്ട. നീ കാലെടുത്ത് വായിലോട്ട് ചുറിഞ്ച് ആ വിഷം എടുക്കുക, എന്നിട്ട് തുപ്പിക്കളയ. അത്രേ ഉള്ളു. പട്ടി ഒന്ന് സിപ്പ് പിടിക്കുന്നു. എന്തായി? നീ ഇറക്കിയാ? എടാ പേടിക്കണ്ട, ഞാൻ ഒന്നുമില്ല. ഞാൻ മെഡിസിൻ സ്റ്റുഡന്റ് അല്ലേ, എന്റെ ഒരു ഒറ്റമൂല്യമുണ്ട്. നീ വിഷമുള്ളിലോട്ട് ഇറങ്ങത്തില്ല. പിന്നെ എനിക്ക് നിങ്ങൾ അനിയത്തിനെ കെട്ടിച്ചു തരുമോ? ഓക്കെ, താങ്ക് യു. ഞാൻ വിളിക്കാം മംഗലത്തിന്.
അയ്യോ സോറി ഇങ്ങനെ നടത്തണ്ടല്ലേ. എന്റെ സ്വപ്നങ്ങൾക്ക് വിട. ഇനി എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഇവനെ വെച്ച് സാധിക്കാൻ പോവാ. അതായിരുന്നു എന്താ എന്റെ മക്കള് പോയെങ്കിൽ തക്കാളി മേടിച്ചോണ്ട് ശരി. അമ്മ എന്തിനാ പുറത്തുനിന്ന് പണിയെടുക്കുന്ന? ഇത്രയും വിശാലമായ വീട് കിടന്ന് അകത്തുനിന്ന് പണിയെടുത്തൂടെ? എന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ. നിന്റെ അടുത്തൊക്കെ എത്ര ദിവസം കൊണ്ട് പറയാൻ അടുക്കളയിൽ ലൈറ്റ് മേടിച്ചിടാൻ കേട്ടാ. ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പറ്റൂ. അത്രയുള്ള പ്രശ്നം. അമ്മയ്ക്ക് 1 ലൈറ്റ് അല്ല 10 ലൈറ്റ്സ് തരും ഞാൻ.